കേരളത്തിലെ PFI മത തീവ്രവാദ ശക്തിയായി തഴച്ചു വളർന്നിട്ടും എന്താണ് LDF സർക്കാർ ചെയ്തത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചോദിച്ചത്. മത തീവ്രവാദികളുടെ സംസ്ഥാനത്തിലെ ആദ്യ ഓപ്പറേഷനായ പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ സവാദിനെ CPM പാർട്ടി ഗ്രാമമെന്ന് വിശ്വസിക്കപ്പെടുന്ന മട്ടന്നൂരിൽ നിന്നുമാണ് NIA പിടികൂടിയത്. PFI നിരോധിത നടപടിയെടുത്തത് കേന്ദ്ര സർക്കാരാണ്. ഇപ്പോഴും കേരളത്തിൽ PFIയുടെ പ്രവർത്തനങ്ങൾ പല രൂപത്തിൽ സജീവമാണ്. അതിനെതിരെ എന്ത് നടപടിയാണ് CPM സർക്കാർ സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കണമെന്നും അമിത് ഷാ ആവശ്യപ്പെട്ടു. പാർട്ടി ഗ്രാമത്തിൽ നിന്ന് പിടികൂടിയ സവാദിനെ ഇത്രയും കാലം ഒളിവിൽ താമസിക്കാൻ സഹായിച്ചത് സഖാക്കളാണ്. സഖാക്കൾ അറിയാതെ മട്ടന്നൂരിൽ ആർക്കും ഒളിവിൽ താമസിക്കാൻ കഴിയില്ല. അന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉറക്കത്തിൽ കമന്റോ ഓപ്പറേഷനിലൂടെ കീഴ്പ്പെടുത്തി പരിഹാസ്യമായി മാറിയ കേരള പോലീസ് കൈവെട്ടുകേസിലെ പ്രതിയെ പിടികൂടിയത് അറിഞ്ഞത് പോലുമില്ല. CPMന്റെ കോട്ടയായ മട്ടന്നൂരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സവാദിനെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആരുമറിയാതെ NIA സംഘം പാർട്ടി ഗ്രാമത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പാർട്ടി ഗ്രാമത്തിൽ ഒരാൾക്ക് താമസിക്കണമെങ്കിൽ അതിന് പാർട്ടിയുടെ സഹായം കൂടിയേ തീരൂ. പാർട്ടി ഗ്രാമത്തിൽ താമസിക്കുന്ന ഓരോരുത്തർക്കും പാർട്ടിയുടെ നിരീക്ഷണം ഉണ്ടാകും. എന്നിട്ടും സവാദ് എങ്ങനെ താമസിച്ചു എന്ന ചോദ്യമാണ് CPMനെ പ്രതിരോധത്തിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഇഫക്റ്റിൽ CPM തലപൊക്കി നിൽക്കുമ്പോഴാണ് സവാദിനെ പാർട്ടി കൂടാരത്തിൽ നിന്ന് തന്നെ കേരള പോലീസ് അറിയാതെ NIA കസ്റ്റഡിയിലെടുത്തത്. ശരിക്കും കേരള പോലീസ് നാണം കെട്ടു. മതനിന്ദ ആരോപിച്ച് അധ്യാപകനെ കൈവെട്ടി മാറ്റിയ കേസിലെ ഒന്നാം പ്രതിയും എറണാകുളം ആശമന്നൂർ സ്വദേശിയുമായ സവാദ് NIA പിടിയിലായത് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന് തൊട്ടു മുൻപായിരുന്നു. മുമ്പ് പ്രൊഫസർ TJ ജോസഫ് താൻ ജീവിതത്തിൽ നേരിട്ട അതിദാരുണമായ അനുഭവങ്ങൾ പ്രധാനമന്ത്രി മനസ്സിലാക്കിയിരുന്നു. കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യകാല PFI ഓപ്പറേഷൻ ആയിരുന്നു ഇത്. ഇക്കാര്യം അതീവ ഗൗരവത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി മനസ്സിലാക്കിയിരുന്നത്. കൈവെട്ട് കേസിലെ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള NIA നടപടികൾ പ്രധാനമന്ത്രി നേരിട്ട് മനസ്സിലാക്കി. പ്രധാനമന്ത്രി ഇടപെട്ട ശേഷമാണ് പ്രതിയുടെ തലയുടെ വില ഇരട്ടിയാക്കിയത്. കൈപ്പത്തി വെട്ടിമാറ്റാൻ ഉപയോഗിച്ച ആയുധവുമായി കടന്നുകളഞ്ഞ സവാദ് കഴിഞ്ഞ 13 വർഷമായി ഒളിവിലായിരുന്നു. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയത് സവാദായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു ഇയാൾ. കണ്ണൂർ മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ താമസിച്ച് മരപ്പണി ചെയ്ത് വരുന്നതിനിടയിലാണ് കൈവെട്ട് കേസിലെ മുഖ്യ ആസൂത്രകനും ഒന്നാം പ്രതിയുമായ സവാദ് പിടിയിലായത്. NIAക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് അർദ്ധരാത്രി വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു. കൊച്ചി NIA ആസ്ഥാനത്ത് എത്തിച്ച പ്രതി ഇപ്പോൾ ജയിലിലുമാണ്. 2010 ജൂലൈ 4-നായിരുന്നു കേരള മനസാക്ഷി ഞെട്ടിച്ച സംഭവം. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമിച്ച് അദ്ദേഹത്തിന്റെ കൈപ്പത്തി മാറ്റുകയായിരുന്നു, വെട്ടിമാറ്റുകയായിരുന്നു. സംഭവത്തിന് പിറകെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴു അടക്കമുള്ള ആയുധവുമായി സവാദ് ഒളിവിൽ പോവുകയും ചെയ്തു. പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് പിറകിൽ ഉന്നതരുണ്ട് എന്ന് പ്രൊഫസർ TJ ജോസഫ് പ്രതികരിച്ചു. 2011-ലാണ് കേസ് NIA ഏറ്റെടുത്തത്. എന്നാൽ ഒന്നാം പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത് ദേശീയ അന്വേഷണ ഏജൻസിക്ക് തിരിച്ചടിയായി. വിവിധ ഘടകങ്ങളിലായി സവാദിന് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുകയും ചെയ്തു. കഴിഞ്ഞ മാർച്ചിൽ ഇനാം 10 ലക്ഷമാക്കി ഉയർത്തി തെരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തു. കൈവെട്ട് കേസിൽ 31 പ്രതികളെ ഉൾപ്പെടുത്തി 2015-ൽ NIA ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. തുടർന്ന് 2015 മെയ് 8-ന് ഇതിൽ 18 പേരെ കോടതി വെറുതെ വിടുകയും 13 പേരെ ശിക്ഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ ജൂലൈയിൽ രണ്ടാം ഘട്ട വിചാരണ പൂർത്തിയാക്കി 6 പേരെ ശിക്ഷിക്കുകയും 5 പേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യലിനാണ് NIA തീരുമാനിച്ചിട്ടുമുള്ളത്. 13 വർഷം ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തവർ ആരൊക്കെ എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇനി NIA അന്വേഷിക്കുന്നത്. നേരത്തെ സവാദ് രക്ഷപ്പെട്ടത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. സംഭവത്തിന് പിന്നാലെ കൃത്യമായ ആസൂത്രണം പ്രതികൾ നടത്തിയിരുന്നു എങ്കിലും ചില പ്രതികൾ പിടിയിലായത് വഴിത്തിരിവാവുകയും ചെയ്തു. 13 വർഷം സവാദിനെ സഹായിച്ചവരിൽ CPMകാർ കാണാം. കാരണം VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് നടന്ന കൈവെട്ടിൽ ഇടത് സർക്കാരും വിപ്ലവകാരിയായ മന്ത്രി MA ബേബിയും സഭയ്ക്ക് തീവ്ര ചിന്താഗതികൾ വെച്ചു പുലർത്തുന്നവർക്ക് ഒപ്പമായിരുന്നു. സവാദ് കേസിൽ മറ്റൊരു പ്രതിയായ നാസറിനൊപ്പമാണ് ഒളിവിൽ പോയത്. നാസർ വർഷങ്ങൾക്ക് മുൻപ് കീഴടങ്ങുകയും ചെയ്തു. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും അവിടെ നിന്ന് നേപ്പാളിലേക്കും പിന്നീട് ഖത്തറിലേക്കും പോയെന്ന വിവരം ലഭിച്ചിരുന്നുവെങ്കിലും സവാദിനെ കണ്ടെത്താനും കഴിഞ്ഞില്ല. പിന്നീട് കേരളത്തിലെത്തി ഒളിവിൽ കഴിഞ്ഞിരിക്കണമെന്നാണ് സൂചന. സവാദ് എങ്ങനെയാണ് കണ്ണൂരിലെത്തിയത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. നേപ്പാളിലും പാകിസ്ഥാനിലും ദുബായിലും ഉൾപ്പെടെ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും സവാദിനെ പിടികൂടാനും കഴിഞ്ഞില്ല.
സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് NIA തുക പ്രഖ്യാപിച്ചിരുന്നു. 13 വർഷത്തിന് ശേഷമാണ് സവാദ് പിടിയിലാകുന്നത്. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ കഴിഞ്ഞ വർഷം ജൂലൈ 13-നാണ് കോടതി പ്രതികളുടെ ശിക്ഷ വിധിച്ചത്. കേരള മനസാക്ഷിയെ ആകെ ഞെട്ടിച്ച കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ 6 പ്രതികളിൽ മുഖ്യപ്രതികളായ സജിൽ, MK നാസർ, നജീബ് എന്നിവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിരുന്നത്. 9, 11, 12 പ്രതികളായ നൌഷാദിനും മൊയ്തീൻ കുഞ്ഞിനും അയൂബിനും 3 വർഷം വീതം തടവും ശിക്ഷിച്ചിരുന്നു. 3 വർഷം ശിക്ഷിക്കപ്പെട്ടവർക്ക് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. TJ ജോസഫിന് എല്ലാ പ്രതികളും ചേർന്ന് 4 ലക്ഷം രൂപ കൊടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. വിവിധ വകുപ്പുകളിലായി ആദ്യ 3 പ്രതികൾ 2,85,000 പിഴ നൽകണമെന്നും അവസാന 3 പ്രതികൾ 20,000 രൂപയും പിഴ നൽകണമെന്നും വിധിച്ചിരുന്നു. പ്രതികളുടെ പിഴ സംഖ്യയിൽ നിന്ന് പ്രൊഫസർ TJ ജോസഫിന് 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. നേരത്തെ പ്രഖ്യാപിച്ച പിഴ ശിക്ഷയ്ക്ക് പുറമെയാണ് ഇത്. കൊച്ചിയിലെ NIA കോടതിയാണ് വിധി പറഞ്ഞത്. 2010 മാർച്ച് 23 നടന്ന 2ാം സെമസ്റ്റർ BCom മലയാളം ഇന്റേണൽ പരീക്ഷയിൽ പ്രവാചകനെ അധിക്ഷേപിക്കുന്ന ചോദ്യം അധ്യാപകനായ TJ ജോസഫ് ഉണ്ടാക്കിയെന്ന് ആരോപിച്ചായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ആക്രമണം. PM ബിനുകുമാർ എഴുതിയ തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഭ്രാന്തനും ദൈവവുമായുള്ള സംഭാഷണത്തിൽ നിന്നായിരുന്നു TJ ജോസഫ് ചോദ്യം തയ്യാറാക്കിയത്. ഇത് PT കുഞ്ഞുമുഹമ്മദിന്റെ ഗർഷോം എന്ന സിനിമയുടെ ഒരു ഉദ്ധരണി കൂടിയായിരുന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകം BA വിദ്യാർത്ഥികൾക്ക് റഫറൽ ഗ്രന്ഥവുമായിരുന്നു. വിവാദം ഗുരുതരമായതോടുകൂടി ജോസഫ് ഒളിവിൽ പോയി. എന്നാൽ കേസിൽ അദ്ദേഹത്തിന്റെ 22 വയസ്സുള്ള മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ ഒളിവിൽ പോയി 6 ദിവസത്തിന് ശേഷം TJ ജോസഫ് പോലീസ് കീഴടങ്ങി. ഒരാഴ്ചയ്ക്ക് ശേഷം ജാമ്യത്തിലിറങ്ങിയ TJ ജോസഫിനെ ആക്രമിക്കാൻ സംഘം തീരുമാനമെടുക്കുകയായിരുന്നു. പിന്നീട് 2010 ജൂലൈ 4-ന് അമ്മയോടൊപ്പം മൂവാറ്റുപുഴയിലെ പള്ളിയിൽ പോയി മടങ്ങി വരികയായിരുന്ന TJ ജോസഫിന് നേരെ വീടിനടുത്ത് വെച്ച് ആക്രമണം നടത്തുകയായിരുന്നു. മിനി വാനിലെത്തിയ സംഘം ജോസഫിന്റെ കാർ തടഞ്ഞു നിർത്തി കോടാലി ഉപയോഗിച്ച് കാറിന്റെ ചില്ല് തകർത്തു. തുടർന്ന് കാറിന്റെ വാതിൽ ഉള്ളിൽ നിന്ന് തുറന്ന പ്രൊഫസറെ റോഡിലേക്ക് വലിച്ചിഴക്കി കൈയിലും കാലിലും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇടതു കൈപ്പത്തി പൂർണ്ണമായി വെട്ടിമാറ്റി തൊട്ടടുത്ത പറമ്പിൽ എറിഞ്ഞു. നിലവിളി കേട്ട വീട്ടിൽ നിന്ന് ഭാര്യയും മകനും ഓടിയെത്തിയപ്പോഴേക്കും ആക്രമികൾ രക്ഷപ്പെട്ടു. അയൽവാസികൾ ചേർന്ന് പ്രൊഫസറിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. 1 മാസത്തിന് ശേഷം ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ ജോസഫിനെ പക്ഷേ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. സഹപ്രവർത്തകരടക്കം പ്രതിഷേധിച്ചുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഇതിനിടെ 2011 കേസ് NIA ഏറ്റെടുത്തു. തന്നെ തിരിച്ചുവിട്ട കോളേജിനെതിരെ ജോസഫ് യൂണിവേഴ്സിറ്റി ട്രിബ്യൂണലിനെ സമീപിച്ചു. ഇതിനിടെ 2013 മതസ്പർദ്ധ വളർത്തിയെന്ന കേസിൽ TJ ജോസഫിനെ കോടതി കുറ്റവിമുക്തനാക്കി. തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതായിരുന്നു ഉത്തരവ്. ചോദ്യപേപ്പർ തയ്യാറാക്കിയത് മതസ്പർദ്ധയുണ്ടാകുമെന്ന വിധത്തിലല്ല എന്നും അത് കൃത്യമായി തന്നെ പോലീസ് നൽകിയ തെളിവുകളിൽ നിന്ന് കോടതിക്ക് വ്യക്തമായതിനു പിന്നാലെയാണ് ഹർജി നൽകിയത്. കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും ന്യൂമാൻ കോളേജ് TJ ജോസഫിനെ ജോലിയിൽ തിരികെ എടുക്കാൻ തയ്യാറായില്ല. അതേസമയം മകളുടെ വിദ്യാഭ്യാസത്തിനായി എടുത്ത വായ്പയടക്കം സാമ്പത്തിക പ്രയാസങ്ങൾ TJ ജോസഫ് നേരിട്ടു. ജോസഫിനെതിരായ ആക്രമണവും സാമ്പത്തിക പ്രയാസങ്ങളും ജോലി നഷ്ടവും എല്ലാം കൂടി ജോസഫിന്റെ ഭാര്യ സലോമിയെ വിഷാദ രോഗത്തിലേക്ക് നയിച്ചു. 2014 മാർച്ച് 21-ന് സലോമി ആത്മഹത്യ ചെയ്തു. ഇതോടെ പ്രൊഫസർ TJ ജോസഫിനെ ജോലിയിലെടുക്കാത്ത ന്യൂമാൻ കോളേജിന്റെ നടപടികൾക്കെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നു. മാനുഷിക പരിഗണനകൾ വെച്ച് ജോസഫിനെ തിരികെ എടുക്കുമെന്ന് കോതമംഗലം രൂപത 2014 മാർച്ച് 22-ന് പറഞ്ഞു. ഒടുവിൽ മാർച്ച് 27-ന് ജോസഫിനെ സർവീസിൽ തിരിച്ചെടുത്തുകൊണ്ട് കോളേജ് മാനേജ്മെന്റ് ഉത്തരവിറക്കി. 28-ന് ജോലിയിൽ പ്രവേശിച്ച ജോസഫ് മാർച്ച് 31-ന് സർവീസിൽ നിന്ന് വിരമിച്ചു.